ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. ഈ 15-ാം അധ്യായത്തിൽ 3 അതിപ്രധാനമായ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 15-ാം അധ്യായത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ബന്ധമാണ്. ബന്ധം 3 റിലേഷനെ കുറിച്ചാണ് ഈ 15-ാം അധ്യായം നമ്മളോട് പറയുന്നത്. ഒന്നാമത്തെ ബന്ധം കർത്താവുമായുള്ള ബന്ധം, വിശ്വാസിയും കർത്താവുമായുള്ള ബന്ധം. രണ്ടാമത്തെ ബന്ധം അന്യോന്യമുള്ള ബന്ധം, മറ്റുള്ളവരോടുള്ള ബന്ധം. മൂന്നാമത്തെ റിലേഷൻഷിപ്പ് പഠിപ്പിക്കുന്നത് ലോകത്തോടുള്ള ബന്ധം. അതിൽ ഒന്നാമത്തെ ബന്ധം, അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇതാണ് കർത്താവുമായുള്ള ബന്ധം. യോഹന്നാൻ പറയുകയാണ്, യേശു പറഞ്ഞ വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു പറയുകയാണ്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. എന്നിട്ട് താഴോട്ട് പറയുന്നത് എന്താ? ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും, ഒരുത്തൻ യേശുവിലും യേശു അവനിലും വസിച്ചാൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടോ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അപ്പൊ കർത്താവുമായുള്ള ബന്ധം അത് ഒരു വിശ്വാസി പഠിച്ചിരിക്കണം. എങ്ങനെയാണ് കർത്താവ് അതിനെ ഉപമിച്ചത്? ഒരു വൃക്ഷത്തോട് അതിൻ്റെ ശാഖ ചേർന്നിരിക്കുന്നത് പോലെ കർത്താവുമായി, ക്രിസ്തുവുമായുള്ള ബന്ധം വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. അതാണ് കർത്താവ് പറഞ്ഞേ, ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കണം. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ നിലനിൽക്കുവാൻ കഴിയുകയില്ല. അപ്പൊ ഈ ബന്ധം ക്രിസ്തുവിൽ, ഒരു വിശ്വാസി ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തുവിൽ വസിക്കുന്നില്ല എങ്കിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയില്ല. നിങ്ങളിപ്പോൾ രാവിലെ താഴെ റോഡിന്റെ സൈഡിൽ പോയി നിൽക്കുക. അവിടെ നിൽക്കുന്നതായ സമയത്ത് ഒരു മാവിന്റെ കൊമ്പ് അതിലെ നടന്നു പോവുകയാണ്. അപ്പം മാവിന്റെ കൊമ്പിൽ ഒരു 10-20 മാങ്ങയും കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ ചോദിച്ചു എവിടെ പോകുക എന്ന് ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, ഞാൻ മാർക്കറ്റിൽ പോവുക ഈ മാങ്ങ കൊണ്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കൽ സ്വപ്നത്തിൽ പോലും സാധിക്കുന്ന കാര്യമല്ല. കാരണം കൊമ്പിന് വൃക്ഷത്തെ പിരിഞ്ഞ് ഒരിക്കലും നിലനിൽക്കുവാനായിട്ട് കഴിയുകയില്ല, അത് വാടിപ്പോകും. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ അങ്ങനെയാണ്. ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു വിശ്വാസി നിലനിൽക്കണമെങ്കിൽ ക്രിസ്തുവിൽ വേരൂന്നണം. ക്രിസ്തുവിൽ വേരൂന്നി ക്രിസ്തുവിനോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫലം കായ്ക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ബന്ധം ക്രിസ്തുവുമായുള്ള ബന്ധമാണ്. രണ്ടാമത്തെ ബന്ധം 12-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. എന്താണ്? അന്യോന്യമുള്ള ബന്ധം, വിശ്വാസികൾ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. സ്നേഹബന്ധം, സ്നേഹം. അവിടെ പറഞ്ഞ യേശു പറഞ്ഞ വാക്ക് കേട്ടോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പോലെ. എങ്ങനെയാ യേശു സ്നേഹിച്ചേ? അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു തന്നതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. അപ്പം യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, യേശു എനിക്ക് വേണ്ടിയാണ് പ്രാണനെ വെച്ച് തന്നതെന്ന് ആരറിയുന്നോ അവനാണ് കർത്താവിൻ്റെ സ്നേഹം ശരിയായിട്ട് രുചിച്ച് അറിയുന്നത്. അതുപോലെ തന്നെ നാം അന്യോന്യം എന്ത് ചെയ്യണം? അന്യോന്യം സ്നേഹിക്കണം. ഇവിടെ സ്നേഹം നമുക്ക് കൽപ്പനയായിട്ടാണ് തന്നെ. കർത്താവ് പറഞ്ഞ എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുക. കൽപ്പന തന്നിരിക്കുക. രക്ഷിക്കപ്പെട്ട വിശ്വാസി സ്നാനപ്പെടണമെന്നുള്ളത് കൽപ്പനയാണ്. ഈ സ്നാനം എന്ന് പറയുന്നത് എത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും? 5 മിനിറ്റ് കൊണ്ട് ആ കൽപ്പന ചെയ്യാൻ കഴിയും. പക്ഷേ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ള കൽപ്പന 5 മിനിറ്റ് കൊണ്ടല്ല, 50 വർഷം കഴിഞ്ഞാലും ആ കൽപ്പന നിലനിൽക്കും. ആ കൽപ്പന അവസാനിക്കുന്നില്ല. ആ കൽപ്പന എന്നും നിലനിൽക്കും. അതുകൊണ്ടാണ് സ്നേഹം ഒരു നാളും ഉതിർന്ന് പോകുകയാണ്. അന്യോന്യം സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിലെ പ്രത്യേകത ഇതായിരുന്നു. മൂന്നാമത്തെ ബന്ധം ലോകത്തോടുള്ള ബന്ധം. യോഹന്നാൻ 15:18. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ. ഇവിടെ പറയാണ്, ഒന്ന് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഈ എന്താ ലോകം എന്ന് പറഞ്ഞ? ഈ ലോകം നിങ്ങളെ പകയ്ക്കും. അപ്പോൾ ഒന്ന്, ലോകം പകയ്ക്കുന്നതാണ്, വിശ്വാസിയെ പകയ്ക്കുന്ന സാധനമാണ് ലോകം. അത് ഓർത്തിരുന്നോണേ. ഇനി എന്താണ് ലോകം? 1 യോഹന്നാൻ 2:15. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ഇവിടെ പറയുകയാണ്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അപ്പൊ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിനിടയ്ക്കൊന്ന് കയറി പറഞ്ഞോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്
ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പുറത്ത് പറഞ്ഞ എന്താ? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും വിശ്വാസി സ്നേഹിക്കും. ഇവിടെ ദൈവം എന്താ ചെയ്തേ? അതിന് അങ്ങനെ പറഞ്ഞേ. ഇവിടെ ലോകം എന്ന് പറഞ്ഞിരിക്കുന്ന കോസ്മോസ് എന്ന് പറഞ്ഞാൽ അതാണ് മനുഷ്യൻ. ഈ ലോകം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്രീക്ക് വേർഡ് കോസ്മോസ് എന്ന് പറഞ്ഞാൽ പ്യൂപ്പിൾ, ജനം. അപ്പൊ ഇവിടെ 3:16 പറയാ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം മനുഷ്യരെ സ്നേഹിച്ചു, ജനത്തെ സ്നേഹിച്ചു. 1 യോഹന്നാൻ 2:15 ഇവിടെ പറയുകയാണ്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. 17 വാക്യം വായിച്ചേ, 17 വായിച്ചേ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ഇനി ലോകം എന്താ ഒന്നുകൂടെ നോക്കാം. 1 യോഹന്നാൻ 3:13. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. ലോകം നിങ്ങളെ എന്ത് ചെയ്യുന്നു? പകയ്ക്കുന്നു എങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. 3 കാരണങ്ങളോടെ പറഞ്ഞു ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞതിന്റെ 3 കാരണം. 1, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും അപ്പൊ ലോകം സ്നേഹിക്കാൻ കൊള്ളരുതാത്ത ഒരു സാധനമാണ്. 2, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. എപ്പോൾ? ലോകം ഒഴിഞ്ഞു പോകുന്ന ഒരു സാധനമാണ്. 3 പറഞ്ഞ എന്താ? ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. അപ്പൊ ലോകം 3 പറയാ, ലോകം പകയ്ക്കുന്ന ഒരു സാധനമാണ്. എന്തുകൊണ്ടാ ഈ ലോകം നമ്മെ പകയ്ക്കുന്നേ? യോഹന്നാൻ 15:18 വായിച്ചേ. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. അപ്പൊ എന്താണ്? ലോകം നമ്മളെ പകയ്ക്കുന്നതിന് കാരണം, നമ്മെ പകയ്ക്കുന്നതിന് മുൻപേ യേശുവിനെ ലോകം എന്ത് ചെയ്തു? പകച്ചു. 1 യോഹന്നാൻ 5:19 ഒന്ന് വായിച്ചു. ഇനി എന്താ ലോകം എന്ന് വീണ്ടും പറയാം. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ആരായി ദുഷ്ടൻ? പിശാച്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. പിശാചിന്റെ അധീനതയിലും നിയന്ത്രണത്തിലുമാണ് കിടക്കുന്നത്. അതിന്റെ ഓണർഷിപ്പ് അവനാണെന്ന് പറയാം. അത് തന്നെയാണ് യേശുവിനെ പരിശുദ്ധാത്മാവ് യേശുവിനെ നടത്തി. സ്നാനപ്പെട്ട് കഴിഞ്ഞ് ആത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പിശാച് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ വാക്കെന്താ? പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യവും ക്ഷണനേരം കൊണ്ട് മൈൻഡിൽ കാണിച്ചു. ഈ അധികാരവും ഈ മഹത്വമെല്ലാം യേശുവിനോട് പറയാ, നിനക്ക് തരാം. അതിപ്പോൾ പിശാച് പറയാ, എങ്കിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, എന്റെ ഓണർ ഞാനാണെന്ന് പറഞ്ഞു. ഞാനത് നിനക്ക് തരാം, എനിക്ക് മനസ്സുള്ളവന് ഞാനത് കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേത് ആകും എന്ന് പറഞ്ഞു. ഇതിന്റെ സാരം എന്താ? ഇത് മുഴുവനും ആരുടെ കയ്യിലാണ് കിടക്കുന്നത്? പിശാചിന്റെ കയ്യിലാണ്. ഇവൻ ആരോടാ ഇത് പറഞ്ഞേ? യേശുവിനോട്. യേശുവിനെ കുറിച്ച് തന്നെ ഈ യോഹന്നാൻ തുടങ്ങിയപ്പം 1-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞേ? അവൻ മുഖാന്തരം സകലവും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ ഇതെല്ലാം സൃഷ്ടിച്ച് ഉളവാക്കിയവൻ ആരാ? ക്രിസ്തുവ. ആ കർത്താവിനോട് ഇപ്പൊ പറയുകയാണ്, ഇത് മുഴുവൻ എന്റെയാണ്, നീ എന്നെ ആരാധിച്ചാല് ഈ കാണുന്നത് മുഴുവൻ നിനക്ക് തരാം. എങ്ങനെയാ ഇത് ഈ ദുഷ്ടന്റെ അധീനതയിലായി പോയെ? ഇതെങ്ങനെ സംഭവിച്ചു? ഉൽപ്പത്തി പുസ്തകം 1:28 വായിച്ചേ. ഉൽപ്പത്തി 1:28. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ആദ്യ മനുഷ്യനായ ആദാഹവ്വായെ അവരെ ദൈവം വിളിച്ചു. സകല സൃഷ്ടികളെയും അവരെ കാണിച്ചു കൊടുത്തു. എല്ലാം ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് പറയാണ്, ആകാശത്തിലെ പറവകള്, മത്സ്യങ്ങള്, ഭൂചര ജന്തുക്കള്, സസ്യങ്ങള്, ഇവയെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ആദ്യ മാതാപിതാക്കന്മാരോട് അന്ന് കർത്താവ് പറഞ്ഞു, ഇതെല്ലാം നിങ്ങളുടെ അധികാരത്തിൽ തന്നിരിക്കുക, നിങ്ങൾ ഇതിനെയെല്ലാം വാഴുവാനായിട്ട് ഏൽപ്പിച്ചു. മനുഷ്യന് ഏൽപ്പിച്ചു. വാഴുവാനുള്ള അധികാരം മനുഷ്യനാണ് കൊടുത്തത്. പിന്നെ ഇതെങ്ങനെ പിശാചിന്റെ കയ്യിലായേ? ഇപ്പോൾ ഇത് പിശാചിന്റെ കയ്യിലാണ്. പിശാച് പറയുകയാണ്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു, ഇതിന്റെ എല്ലാ മഹത്വവും അധികാരവും എനിക്കാണ് എന്ന് പറയുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചേ? അതാണ് ഉൽപ്പത്തി 3:13. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് ഈ അധികാരം നഷ്ടപ്പെട്ടു. പാപം ചെയ്തപ്പോൾ എന്താ ആദ്യം സംഭവിച്ചത്? എന്താ? അവർക്കൊരു തേജസ്സിന്റെ ഉടുപ്പ് കർത്താവ് കൊടുത്തിരുന്നു. പാപം ചെയ്തപ്പോൾ ആ തേജസ്സിന്റെ ഉടുപ്പ് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഈ ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനാ പിന്നീട് അത്തിയില കൊണ്ട് അവൻ ഒരു ഉടുപ്പ് ഉണ്ടാക്കി അവൻ ധരിച്ചു. പക്ഷെ വെയിൽ ഉദിച്ചപ്പോൾ
അത്തിയല വാടിപ്പോയി. ഈ അത്തിയലയുടെ ഉടുപ്പ് അത് മനുഷ്യൻ ആത്മരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പാപമുഖാന്തരമുണ്ടായ നഗ്നത മറയ്ക്കുവാൻ മനുഷ്യൻ മതങ്ങളിൽ ആശ്രയിക്കുന്നതാണ്. മതങ്ങള്, നമ്മുടെ പള്ളികള്, പുരോഹിതന്മാര്, ഇവരൊക്കെ നമുക്ക് അത്തിയല കൊണ്ടുള്ള ഉടുപ്പുണ്ടാക്കി തരികയാണ്. പക്ഷേ ആ നീതിസൂര്യന്റെ കിരണങ്ങൾ അടിക്കുമ്പോൾ, ആ ദൈവത്തിന്റെ വചനം അങ്ങോട്ട് കടന്നു വരുമ്പോൾ ഈ അത്തിയലയെല്ലാം എന്ത് ചെയ്യും? ഉണങ്ങിപ്പോ. അത് അതിന്റെ ഒരു ചിത്രമാണ്. ഇവിടെ ഹൗവ പറഞ്ഞത് എന്താ? പാമ്പന്നെ വസ്തുത എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു, സാത്താൻ ഹൗവയെ ഉപായത്താൽ ചതിച്ചു. ഇവിടെ അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ മനുഷ്യന്റെ മേലുള്ള അധികാരം അവന് നഷ്ടപ്പെട്ടു. 3:23 വായിച്ചേ. 3:23. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഈ അധികാരത്തിൽ നിന്ന്, ഈ വാഴുവാൻ, സകലത്തിന്റെ മേളിൽ നീ വാഴണമെന്ന് പറഞ്ഞ അധികാരം ഏൽപ്പിച്ച ദൈവം, ഇവൻ പാപം ചെയ്ത് അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. ഈ അധികാരം ആരുടെ കയ്യിലായി? പിശാചിന്റെ കയ്യിലായി. അതുകൊണ്ട് ഇന്ന് യോഹന്നാൻ പറയുക, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അതുകൊണ്ടാണ് ഈ ലോകം നിങ്ങളെ പകയ്ക്കുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ലോകം ഒഴിഞ്ഞു പോകുന്നതാണ് എന്ന് കർത്താവ് പറഞ്ഞത്. 1 യോഹന്നാൻ 2:15 ഒന്നുകൂടെ വായിച്ചേ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. അങ്ങനെയെങ്കിൽ ആരാണ് ലോകക്കാർ? യോഹന്നാൻ 17:11. ആരാണ് ലോകക്കാർ അല്ലാത്തവർ എന്ന് പറയാം. നമുക്ക് മനസ്സിലാവും ആരാണ് ലോകക്കാർ എന്ന്. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. യേശു പോകുക. യേശു പറഞ്ഞു, ഞാനിനി ഈ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഞാൻ പോകുക. എന്റെ സ്വർഗീയ പിതാവേ, നീ ഇവരെ കാത്തുകൊള്ളണമേ. ആരെ കാത്തുകൊള്ളണമെന്നാ പറഞ്ഞേ? വിശ്വാസികളെ. 14. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട്. അപ്പൊ ലൗകികന്മാരല്ലാതിരിക്കേണ്ടതിന് ദൈവം എന്ത് ചെയ്തു? കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ വചനം അവർക്ക് കൊടുത്തിരിക്കുന്നു. എന്തിനാ കൊടുത്തേ? വചനം കൊടുത്തേ. ഞാൻ ലോകക്കാരനല്ലാത്തതുപോലെ ഇവരും ആരാകരുത്? ലോകക്കാരാകരുത്. അപ്പൊ ലോകക്കാരല്ലാത്തവരാരാണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വചനം കേൾക്കുകയും അത് അനുസരിച്ച് ജീവിക്കുന്നവരുമാണ് ലോകക്കാർ അല്ലാത്തവർ. അങ്ങനെയാണ് ലോകക്കാരാരാ? വചനം അനുസരിക്കാത്തവർ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പിതാവേ, നീ ഇവരെ കാത്തോണമേ, ഞാൻ പോകുകയാണ്, നീ ഇവരെ സൂക്ഷിക്കണം. ഞാൻ ഇതുവരെ സൂക്ഷിച്ചു, പിതാവേ, ഇനി സൂക്ഷിക്കണമേ. ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്താണ്? നിന്റെ വചനം ഇവർക്ക് കൊടുത്തിരിക്കുന്നു. എന്തിനാണ് കൊടുത്തത്? ഞാൻ ലോകക്കാരനല്ലാത്തതുപോലെ ഇവരും ലോകക്കാരല്ലാതെ ജീവിക്കേണ്ടത്. ലോകം, ലോകത്തിലുള്ളത്. 2 കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തിൽ ഉള്ളതിനെയും സ്നേഹിക്കരുത്. ഫസ്റ്റ് പ്രയോറിറ്റി ഇതിനൊന്നും അല്ല കൊടുക്കേണ്ടത്. ഇതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. ലോകം എന്ന് പറഞ്ഞാൽ നമ്മളെ പകയ്ക്കുന്നതാണ്. പറയാം, ലോകം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എന്ന് പറയാം, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പം പിശാചിന്റെ അധീനതയിലും പിശാചിന്റെ അധികാരത്തിലും പിശാചിന്റെ നിയന്ത്രണത്തിലും ഇരിക്കുന്ന ഒരു സിസ്റ്റമാണ് ലോകം. അപ്പം ലോകവും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കണം. ഇതാർക്കെങ്കിലും സാധിക്കുമോ? ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമോ? അതിനുവേണ്ടിയാണ് 1-ാമത്തെ ബന്ധം പറഞ്ഞത്. 3 ബന്ധത്തെക്കുറിച്ച് പറഞ്ഞില്ലേ 15-ാം അധ്യായം? 3 ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതിൽ 1-ാമത്തെ ബന്ധം എന്താ? കർത്താവുമായുള്ള ബന്ധം. അത് 1 കർത്താവുമായുള്ള റിലേഷൻ, 2 മറ്റുള്ളവർ തമ്മിലുള്ള റിലേഷൻ, 3-ാമത്തെ ലോകത്തോടുള്ള റിലേഷൻ. അപ്പൊ ലോകത്തിൽ ഇത് സാധിക്കാതെ നമുക്ക് വരുന്നത് കൊണ്ടാണ് കർത്താവ് 1-ാമത്തെ ബന്ധം കറക്റ്റ് ചെയ്യാൻ പറഞ്ഞത്. എന്താണ്? കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കണം. വസിച്ചിട്ടല്ലാതെ ഫ്രൂട്ട്ഫുൾ ആകുവാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ ലോകത്തെ നമുക്ക് സ്നേഹിക്കാതിരിക്കണമെങ്കിൽ, നമുക്കതിന് സാധിക്കണമെങ്കിൽ നമ്മൾ എവിടെ വസിക്കണം? ക്രിസ്തുവിൽ വസിക്കണം. കർത്താവ് യേശു അത് തന്നെയാ പറഞ്ഞേ, ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിച്ചാൽ. 13 പ്രാവശ്യം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഈ വസിക്കുക എന്ന വാക്ക്. ക്രിസ്തുവിൽ വസിക്കണം, ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. നിരന്തരമായ ഒരു ബന്ധം ക്രിസ്തുവുമായിട്ട് നമുക്കുണ്ടാക്കണം. ഞാൻ അവനോട് പറ്റിയിരിക്കിയാൽ അവൻ എന്നെ വിടുവിക്കും. ഇങ്ങനെ ക്രിസ്തുവിൽ വസിക്കുന്നവനും ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നവനും ലോകത്തെ ജയിക്കുവാനായിട്ട് കഴിയും.